നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി, കൊട്ടിയൂര് നമ്മൾ ഇങ്ങനെ ധാരാളം കേട്ടിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി ആഘോഷമായി അതിനെക്കുറിച്ച് പറയുകയും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കൊട്ടിയൂർ പോവുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മലബാറിലെ അതിപ്രസിദ്ധമായി നിൽക്കുന്ന മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം. ശരിക്ക് കണ്ണൂരിൽ നിന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ജില്ലയിലാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തന്നെ. കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്ന അതിപ്രസിദ്ധമായ അമ്പലമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ശരിക്ക് പ്രകൃതിയുടെ എല്ലാ രമണീയമായ അനുഭവങ്ങളും അല്ലെങ്കിൽ പ്രകൃതി രമണീയമായി നിൽക്കുന്ന സകല കാര്യങ്ങളും ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കിഴക്ക് നിന്ന് ഉള്ള നദി ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറ് പോകുന്ന ഒരു ക്ഷേത്ര സങ്കേതം, ജലത്താൽ ചുറ്റപ്പെട്ട ക്ഷേത്രം, ഓല കൊണ്ട് മേഞ്ഞ ഏകദേശം നിരവധി കെട്ടിടങ്ങളുടെ നടുക്കിയിരിക്കുന്ന ക്ഷേത്രം. അങ്ങനെയാണ്. അക്കരെ കൊട്ടിയൂരുമുണ്ട്, ഇക്കരെ കൊട്ടിയൂരുമുണ്ട്. വളരെ ഗംഭീരമായി നിൽക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് കൊട്ടിയൂരമ്പലം. കൊട്ടിയൂരമ്പലത്തിൽ നമുക്കറിയാം, ദക്ഷയാഗം നടന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. പരമശിവനെ സതി വിവാഹം ചെയ്തതിന് ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ അവിടെ വെച്ച് നടത്തിയ യാഗമാണ് ദക്ഷയാഗം. ഇപ്പം ലോകത്തുള്ള എല്ലാവരെയും വിളിച്ചു, മഹാദേവനെ മാത്രം വിളിച്ചില്ല. അതറിഞ്ഞിട്ടും സതി യാഗത്തിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു, അവിടെ ചെന്ന അപമാനമാകും, അപമാനത്തിൽ പങ്കെടുക്കാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപമാനം വന്നാൽ ഞാൻ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞാണ് സതി പോയത്. അവിടെ ചെന്ന് മഹാദേവനെ പൂർണ്ണമായി അപമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ അത് അവിടെ ഹോമകുണ്ഡത്തിൽ ജീവത്യാഗം ചെയ്യുകയാണ് സതീദേവി. അങ്ങനെ സതീദേവി ജീവത്യാഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതറിഞ്ഞ പരമശിവൻ കോപം കൊണ്ട്, അതായത് മഹാദേവന്റെ കോപം എന്നൊക്കെ നമുക്ക് പറഞ്ഞറിയാം, അതിശക്തമായ കോപത്താൽ അലറി വിളിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജടയെടുത്ത് നിലത്തടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വീരഭദ്രൻ ജനിക്കുകയും ആ വീരഭദ്രൻ ആ യാഗം പൂർണ്ണമായി അലങ്കോലപ്പെടുത്തുകയും ഒക്കെയാണ് ഈ ദക്ഷയാഗത്തിന്റെ ഒരു ചരിത്ര പ്രാധാന്യം ഉൾക്കൊള്ളുന്നത്. ഇവിടെ മഹാദേവന്റെ പൂർണ്ണമായി ചൈതന്യം ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ അപമാനിച്ചു കഴിഞ്ഞപ്പോൾ അതിശക്തമായി കോപത്തോട് നിൽക്കുന്ന മഹാദേവന്റെ ആ രൗദ്രഭാവം, ആ മഹാദേവൻ പൂർണ്ണമായ ശക്തിയോട് ഉൾക്കൊണ്ട സ്ഥലം, അതാണ് ഈ കൊട്ടിയൂരമ്പലം. അവിടെ ഞാൻ പറഞ്ഞു, അക്കരെ കൊട്ടിയൂരുണ്ട്, ഇക്കരെ കൊട്ടിയൂരുണ്ടെന്ന് പറഞ്ഞു. അക്കരെ കൊട്ടിയൂര് സ്വയംഭൂവായി നിൽക്കുന്ന മഹാദേവനാണെന്ന് സങ്കല്പം പറയുകയും ഇവിടെ ഈ ഒരു മാസക്കാലമാണ് ഇവിടുത്തെ ഉത്സവ ദിനങ്ങളായി ആചരിക്കുകയും ചെയ്യുന്നത്. കാരണം ആ ദക്ഷയാഗം നടന്ന ഭൂമിയിൽ ഒരു തവണ നമ്മൾ ഭൂമിയിൽ ചവിട്ടാൻ സാധിച്ചാൽ, ആ ഭൂമിയിൽ നിന്ന് ഒരു തവണ നമുക്ക് നമഃശിവായ ജപിക്കാൻ സാധിച്ചാൽ, ആ ഭൂമിയിലിരുന്നൊരു 10 മിനിറ്റ് മഹാദേവനെ ഏകാഗ്രമായിട്ട് സ്മരിക്കാൻ സാധിച്ചാൽ, അതിനപ്പുറം ഒരു പുണ്യം ഈ സമയത്തില്ല എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഗംഭീരമാണ്. ആ മണ്ണിൽ നിന്ന്, ആ മണ്ണിലെ ജലത്തിൽ മുഖം കഴുകി ആ ജനലക്ഷങ്ങൾ നടക്കുന്ന ആ വെള്ളത്തെ ഗംഗയായി സങ്കല്പിച്ചുകൊണ്ട് ആ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒരു 5 മിനിറ്റ് മഹാദേവനെ പ്രാർത്ഥിച്ച് നാമം ജപിക്കാൻ പറ്റിയാൽ, 5 മിനിറ്റ് ആ മഹാദേവനെ അവിടെ നിന്ന് ധ്യാനിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടാവുന്നത് ഏറ്റവും പരമപവിത്രമായ പുണ്യമാണ്. മഹാദേവനെ നമുക്കറിയാം, അതായത് അദ്ദേഹം മൃത്യുഞ്ജയനാണ്, അഘോരിയാണ്, ശരഭമാണ്, ദക്ഷിണാമൂർത്തിയാണ്, ഉമാമഹേശ്വരനാണ്. അങ്ങനെ നിരവധി ചൈതന്യങ്ങളുടെ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാദേവന്റെ സകല ശാപതാപങ്ങളുടെയും ദുരിതങ്ങളിൽ നിന്ന് മോക്ഷം നൽകാൻ പാകത്തിന്, സർവ്വ ദുരിതങ്ങളിൽ നിന്നും മോക്ഷം നൽകാൻ പാകത്തിന് അത്ര അനുഗ്രഹീതമായി നിൽക്കുന്ന ആ മൂർത്തിഭാവത്തെ, ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവനെ
കൺകുളിർക്ക ദൃഷ്ടാന്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് കേരളകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രം. ആ ഭഗവാന്റെ അവിടെ ആ മണ്ണിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് 1 മണിക്കൂർ നാമം ജപിക്കാൻ പറ്റിയാൽ, 30 മിനിറ്റ് നാമം ജപിക്കാൻ പറ്റിയാൽ, അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവും പുണ്യവുമായി മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഭാര്യ അപമാനിതമായി കഴിഞ്ഞപ്പോൾ കോപത്താൽ ജട വലിച്ചെറിഞ്ഞ മഹാദേവ സങ്കല്പമാണ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സങ്കല്പം വെച്ച് നോക്കിയാൽ അത് നല്ല ദാമ്പത്യം ലഭിക്കാനും, ദാമ്പത്യപരമായിരിക്കുന്ന ദുരിതങ്ങൾ മാറാനും, അല്ലെങ്കിൽ ഭാര്യയ്ക്കുണ്ടാകുന്ന സങ്കടങ്ങൾ മാറാനും, കുടുംബത്തിലുള്ള സ്ത്രീകളുടെ സങ്കടങ്ങൾ മാറാനും, അല്ലെങ്കിൽ നല്ല വിവാഹങ്ങൾ നടക്കാനും എന്ന് വേണ്ട ഒരു കുടുംബപരമായ സകല കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പറ്റിയ മഹാദേവനും ഈശ്വര സാക്ഷാത്കാരവും കൂടെ അവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭക്തരോട് ഒന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. കൊട്ടിയൂർ ഉത്സവമാണ്. പരമാവധി ആൾക്കാർ എങ്ങനെയെങ്കിലും കൊട്ടിയൂരപ്പനെ അവിടെ ചെന്നൊന്ന് ദർശനം നടത്തുന്നത് നല്ലതാണ്. കൊട്ടിയൂരപ്പനെ ഒന്ന് തൊഴുന്നത് നല്ലതാണ്. കൊട്ടിയൂരപ്പൻ്റെ മുമ്പിലിരുന്ന് 10 മിനിറ്റ് നാമം ജപിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സകല ദുരിതങ്ങളുടെയും സർവ്വ സങ്കടങ്ങളുടെയും സർവ്വ ദോഷങ്ങളുടെയും അവസാനമായിട്ട് അത് നന്മയിലേക്ക്, ഐശ്വര്യത്തിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് സാധിക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് നമഃശിവായ ജപിച്ച് കലിയുഗത്തിലെ നമഃശിവായ കൊണ്ട് പാപങ്ങളില്ലാതാക്കി മുമ്പോട്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് കൊട്ടിയൂരമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക. വർഷത്തിലൊരിക്കൽ ചടങ്ങാണ്. നമുക്ക് യഥാർത്ഥ കാശിയിൽ എത്താൻ സാധിക്കില്ല. നമ്മുടെ കേരളത്തിലെ കാശി അല്ലെങ്കിൽ ദക്ഷിണ കാശി എന്നൊക്കെ പറഞ്ഞ ക്ഷേത്രമാണ്. അതുകൊണ്ട് ആ കാശി ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് ഭഗവാനെ കണ്ടു പോരുക. അവിടുത്തെ ഓരോ ചടങ്ങുകളും നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കുക, പറഞ്ഞ് കേൾക്കുക, മനസ്സിലാക്കുക, അതൊക്കെ അറിഞ്ഞ് പ്രാർത്ഥിക്കുക. കരിക്കഭിഷേകം, കരിക്കിൻ്റെ അഭിഷേകം ഏറ്റവും വളരെ ശക്തമായ വഴിപാടാണ്. കരിക്ക് കൊണ്ടു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതൊക്കെ വളരെ ഗംഭീരമാണ്. സാധാരണ അമ്പലങ്ങളിലെ വഴിപാടുകൾ അവിടെ കൂടുതലായിട്ട് കാണെങ്കിലും ദർശനം പുണ്യം, സർവപാപം പരിഹാർത്ഥം ദർശനം മാത്രം. നമഃശിവായ. നമസ്കാരം. ഗോവിന്ദം പുരി.